നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ BJP ഭരിക്കുന്ന രണ്ട് നഗരസഭകളാണ് പന്തളവും പാലക്കാടും. പാലക്കാട് ഇത്തവണ BJP നിലനിർത്തുമോ? പാർട്ടിയുടെ യുവ നേതാവ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ് മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായി പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ളത്. പ്രശാന്ത് ശിവൻ വിജയിച്ച് മുനിസിപ്പൽ ചെയർമാൻ ആകുമെന്ന് വിശ്വസിക്കുന്നവരാണ് പാർട്ടി അണികളിൽ ഏറെയും. എന്നാൽ സംസ്ഥാനത്ത് മറ്റെങ്ങും കാണാത്ത വിധത്തിലുള്ള തൊഴുത്തിൽ കുത്തും ഉൾപാർട്ടി പോരും പാരവെപ്പുമാണ് പാലക്കാട്ടെ BJPയിൽ ഇപ്പോൾ കാണുന്നത്. മുൻ അധ്യക്ഷയായ പ്രമീള ശശിധരൻ പാർട്ടി വിടുന്ന അവസ്ഥ വരെ ഉണ്ടായി. പല മുതിർന്ന നേതാക്കളെയും ടിക്കറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തി. അതിൻ്റെ വലിയൊരു രോഷം അവിടെ കാണാനുണ്ട്. പലരും ഈ രോഷം N ശിവരാജനെ പോലെയുള്ള മുൻ ജില്ലാ പ്രസിഡന്റ്, മുൻ കൗൺസിലർ ഈ രോഷമൊക്കെ മനസ്സിൽ അടക്കി പിടിച്ച് നിൽക്കുകയാണ്. പുറത്ത് തങ്ങൾ പാർട്ടിക്കൊപ്പമാണെന്നൊക്കെ അവർ പറയുമെങ്കിലും അകത്തുള്ള പാലം വലി എങ്ങനെയായിരിക്കുമെന്ന കാര്യം ആർക്കും വലിയ ഉറപ്പില്ല. പ്രശാന്ത് ശിവനെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് വച്ചത് BJPയുടെ ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അനിഷേധ്യമായ ശക്തി എന്ന് പറയുന്നത് BJP തന്നെയാണ്. BJP കഴിഞ്ഞ് അവിടെ കോൺഗ്രസും CPM-ഉം ഉള്ളൂ. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുനിസിപ്പൽ മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കി. ഇത് BJPക്ക് വലിയ ഒരു അങ്കലാപ്പം സൃഷ്ടിച്ചു. കാരണം ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ പോലും പാലക്കാട് മുനിസിപ്പൽ ഏരിയയിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലായിടത്തും, എല്ലാ വാർഡുകളിൽ നിന്ന് തന്നെ പറയാം, വലിയ തോതിൽ നേട്ടങ്ങളുണ്ടാക്കി. പലയിടത്തും അദ്ദേഹത്തിന് ഭൂരിപക്ഷമുണ്ടായിരുന്നു. അങ്ങനെ മുനിസിപ്പൽ മേഖലയിലും മുനിസിപ്പൽ ഇതര മേഖലയിലും രാഹുൽ മാങ്കൂട്ടത്തിന് കാര്യമായ തോതിൽ വോട്ട് ലഭിച്ചു. ഇത് BJPയെ വളരെ ചിന്താക്കുഴപ്പത്തിലാക്കിയിരുന്നു. തങ്ങളുടെ വോട്ടുകൾ വലിയ തോതിൽ ചോർന്നുവെന്നും അത് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചുവെന്നും അവർ മനസ്സിലാക്കി. അതിനുള്ള പ്രധാന കാരണം BJPയിലെ പഠനപ്പടക്കമായിരുന്നു. കൃഷ്ണകുമാറിനെതിരെ, BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ നടത്തിയ പരാമർശങ്ങളും അദ്ദേഹം BJP വിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ കോൺഗ്രസിൽ ചേർന്നതും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായി മാറിയതുമെല്ലാം പാലക്കാട്ടെ BJPക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങൾ, ചില അസ്വാരസ്യങ്ങളല്ല, വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ രൂപപ്പെടാൻ സഹായിച്ചിരുന്നു. ആ അസ്വാരസ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPക്ക് ഭരണം കിട്ടിയ അന്നു മുതൽ പാലക്കാട് നഗരസഭയിൽ തമ്മിൽ കുത്തും തൊഴുത്തിൽ കുത്തുമാണ്. വളരെ നന്നായി ഭരിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടായിട്ട് പോലും അവർ പാലക്കാട് നഗരസഭയിലെ ഭരണം അലങ്കോലമാക്കി, താറുമാറാക്കി എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. BJPക്ക് ഭരണം കിട്ടിയ രണ്ട് നഗരസഭകളിലും ഭരണം കുത്തഴിഞ്ഞ അവസ്ഥയിലാണെന്ന് BJPക്ക് തന്നെ പറയുന്നു. കിട്ടിയ അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ പല BJP നേതാക്കളും കൗൺസിലറുമെല്ലാം കൈയിട്ട് വാരി ഇത് മൊത്തം അലമ്പാക്കുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്നും അതുകൊണ്ട് ഇത്തവണ പാലക്കാട് അത്ര എളുപ്പമല്ല BJPയുടെ കാര്യങ്ങളെന്നും BJPക്ക് നഗരസഭ നിലനിർത്താൻ കഴിയില്ല എന്നുമാണ് BJP നേതാക്കൾ തന്നെ രഹസ്യമായി പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രശാന്ത് ശിവനെ പോലെയുള്ളൊരു യുവ നേതാവിനെ മുനിസിപ്പൽ ചെയർമാനായി രംഗത്തിറക്കിയെങ്കിലും, മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായി പ്രൊജക്റ്റ് ചെയ്തെങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഗുണം ചെയ്യുന്ന മട്ടില്ല എന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ പലരും പറയുന്നത്. കാരണം അത്രയേറെ തൊഴുത്തിൽ കുത്തും പാരവെപ്പും ഗ്രൂപ്പ് തർക്കങ്ങളും വിഭാഗീയതയും പാലക്കാട്ടുള്ള BJPയിലുണ്ട്, BJP നേതൃത്വത്തിലുണ്ട്. പ്രമീള ശശിധരനെ പോലെ മുൻ ചെയർപേഴ്സൺ പാർട്ടി വിടുന്ന അവസ്ഥയുണ്ടാവുന്നു. ശിവരാജനെ പോലെയുള്ള മുൻ ജില്ലാ പ്രസിഡന്റ് 40 വർഷമായി കൗൺസിലറായിരിക്കുന്ന BJP നേതാവ് തൻ്റെ അസംതൃപ്തി പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അദ്ദേഹം അകമേയ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടും പാലക്കാട് ഇത്തവണ BJPക്ക് ബാലികേറാൻ മല തന്നെയാണെന്നാണ് കരുതപ്പെടുന്നത്.